അന്നത്തെ കാലത്ത് 1,63,00,000 രൂപേൻ്റെ സിൽവർ ഉണ്ടായിരുന്നു. സിസ്റ്റത്തിലിരുന്ന ആൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇതിങ്ങനെ ഓരോ അക്കൗണ്ട് ഇങ്ങനെ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് കാലി അടിച്ചു പോവാണ്. അന്ന് കോടീശ്വരനായിരുന്നു. അവർ വിളിച്ച് ഞാനും ഷമീർക്കും വന്ന് നോക്കിയപ്പോൾ എല്ലാ അക്കൗണ്ടും വാഷ് ഔട്ട് ആയിട്ടുണ്ട്. 1,63,00,000 രൂപ കടക്കാരൻ. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കടക്കാരനാണ് അന്നാണ്. അതുവരെ കാശ് കണ്ടിട്ടേ ഉള്ളൂ. അന്ന് കാശ് കണ്ടിട്ടുള്ളൂ. 1 കോടി അന്നത്തെ വലിയ തുകയാണ്. അന്നത്തെ വലിയ തുക. അന്ന് 1,63,00,000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം മുന്നത്തെ 15 കൊല്ലം മുന്നത്തെ 1 കോടിയാണ് പറയുന്നത്. അന്ന് സ്വർണത്തിന് ഏകദേശം ഒരു 13,000-14,000 രൂപയ്ക്ക് റേഞ്ചുള്ളൂ. ഇന്നിപ്പോൾ 70,000 രൂപയ്ക്കായി. ആ സമയത്ത് അത് ഞങ്ങളെ ഭയങ്കര ടെൻഷനാക്കി. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ കടക്കാരനായി മാറുന്നത്, ബാധ്യതയായി മാറി. അങ്ങനെ വീട്ടിൽ ചെന്നു. വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ ചോദിച്ചാൽ എന്താ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കടം വരും, ലാഭം കിട്ടും, ഒക്കെ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യരുത്, കടം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിമത്തന്നെ അതാലോചിച്ച് അതിമത്തന്നെ കെട്ടിമറയരുത്. അടുത്ത പ്രൊജക്റ്റ് ചെയ്യുക. പക്ഷേ നിലവിലുള്ള കടക്കാരെ കണ്ടിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. ആരും വീട്ടിലേക്ക് വരരുത് എന്നുള്ള ഒരു അഡ്വൈസാണ്. നല്ല കച്ചവടമായിരുന്നു. ഈ ശനി ഞായറുകളിൽ 1,00,000, 1,25,30 ആ റേഞ്ചിൽ കച്ചവടം ചെയ്തിരുന്നു. നോർമൽ കച്ചവടം ഞങ്ങളുടെ 80-90 ബൈപ്പാസ് വരും. പരപ്പനങ്ങാടി ടൗണിൻ്റെ അപ്പുറത്ത് കയറിയിട്ട് ഞങ്ങളെ കട കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങാൻ. ടൗൺ ടച്ച് ചെയ്യാതെയുള്ള ഒരു ബൈപ്പാസ് വന്നു. അതിൽ ഞങ്ങളെ കച്ചവടം ആകെ കുറഞ്ഞു പോയി. ഒന്ന് മാറ്റി ഒന്നിനെ ഹിറ്റാക്കി എന്തായാലും എടുത്തു. നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പരപ്പനങ്ങാടിയിൽ തെളിയിച്ചു. പോളട്ടനോട് ഞാൻ എൻ്റെ വിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളട്ടൻ എനിക്ക് ആ വിഷനിലുള്ള വിശ്വാസം കാരണം എനിക്ക് 6 മാസത്തെ വാടക ഒഴിവാക്കി തന്നു. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്കും അതേപോലെ നാട്ടിലെ ചില ആളുകൾക്കും അറിയാം സൽമാൻ സക്സസ് ആകും. അത് യാതൊരു സംശയമില്ലാത്ത ആളുകൾ ഒരുപാട്. ചിലവ് ചുരുക്കി, മാക്സിമം ചിലവ് ചുരുക്കി ഭക്ഷണ രീതികൾ കുറച്ച്. അതുപോലെ ഞങ്ങളിപ്പോൾ ഈ വീക്കിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഞാൻ ഷെഫീഖ് ഭായിനോട് പറയും നമുക്ക് റൂം എടുക്കാം. ഷെഫീഖ് ഭായാണ് അത് വേണ്ട, നമ്മൾ ഇവിടെ തന്നെ കിടക്കാൻ നല്ല ഫിനിഷുള്ള സ്ഥലമുണ്ട്, പ്ലൈവുഡിലാണ് കിടന്നത് 3 മാസം.